കഴിഞ്ഞോ? കഴിയാറായി. ഒന്ന് വേഗം വന്നേ. അവയിൽ ഇത്ര അറിഞ്ഞാ മതിയോ നോക്ക്. മതി, ധാരാളം മതി. കാണാതെ എങ്ങനെ മനസ്സിലായി? അമ്മയുടെ ശബ്ദം കേട്ടാൽ അറിഞ്ഞൂടെ കുട്ടാ? ഓ, കാതുകൊണ്ട് പാകം നിശ്ചയിക്കുന്ന ഒരു പാചക വിദഗ്ധൻ. ഏട്ടൻ റെഡി. കാപ്പി എടുത്തു വെച്ചോ. വേഗം ആവട്ടെ മക്കളെ. എടുത്തു വെച്ചു. ആ, റെഡി റെഡി റെഡി. ഇന്ന് സ്പെഷ്യല് ഏട്ടൻ ഇഷ്ടപ്പെട്ട തക്കാളി കറിയാ. ആഹാ, ഇവളെ തൊടിയിച്ചിട്ടില്ല. എന്റെ സ്വന്തം പാചകവാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. അസല് ഗംഭീരം. ഇന്നെങ്കിലും ഏട്ടന്റെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. ഉപ്പ് കുറച്ചെങ്കിലും ഇട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായനെ. തുടങ്ങി കുറ്റം പറിച്ചില്ല. ഇനി എന്തെങ്കിലും മുളക് വിടാൻ മറന്നോ? പക്ഷെ സാരമില്ല, അതിന്റെയൊക്കെ കോട്ടം തീർക്കാൻ വേണ്ടി പുളി കാര്യമായിട്ട് തട്ടിയിട്ടുണ്ടല്ലോ. തനിച്ചുണ്ടാക്കിയപ്പോഴേ ഞാൻ പറഞ്ഞതാ. എത്ര പ്രാവശ്യം ഏട്ടൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാ. രണ്ടുപേർക്കും എല്ലാം അറിയാവുന്ന ഭാവം. എന്നെ ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. എന്നാ ഒരു ജോലിക്കാരിയെ വെക്കാന്ന് വെച്ചാലോ? അതും വേണ്ട. ഓ, പിണങ്ങിയോ? മക്കളെ, പെൺകുട്ടികളായ നന്നായിട്ട് പാചകം അറിഞ്ഞിരിക്കണം. അന്യരുടെ വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ? ഭർത്താവിന്റെ വീട്ടുകാർ ആദ്യം നോക്കുന്ന പുതുപ്പെണ്ണിന്റെ പാചകമായിരിക്കും. അത് ശരിയല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നായിരിക്കും അമ്മായിമ്മ പോരിനെ നാത്തും പോരിന്റെ ഒക്കെ തുടക്കം. അതൊക്കെ ഒഴിവാക്കാൻ വഴിയുണ്ട്. അതെന്താ? ഏട്ടനെ പോലെ നന്നായിട്ട് അടുക്കള പാചകം അറിയാവുന്നവർക്ക് ഞങ്ങൾ കിട്ടിച്ചു കൊടുത്താൽ മതി. മർമ്മം ഗോപാലുള്ള ഇനി എഴുന്നേറ്റില്ലേ? അച്ഛൻ എപ്പോഴേ എഴുന്നേറ്റ് കസരത്ത് തുടങ്ങി. ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനി ജാനു? അയ്യടാ, എടോ, ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ. ഗുദം വസ്തീനാഭി ഹൃദയം, സ്തനമൂലം സ്തനരോഹിതം, അപാരാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണഹരം, കാലാന്തരപ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തരപ്രാണഹരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടുവർമ്മം പഠിപ്പിച്ചു തരൂ ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ? അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. ഓ ചേച്ചി, പതുക്കെ. മുടി കെട്ടാനാ പറഞ്ഞത്, പിഴുതെടുക്കാനല്ല. ഈ ആണുങ്ങൾക്കൊക്കെ എന്തൊരു സുഖ. ചീപ്പെടുത്ത് 2 പിടി കഴിഞ്ഞു. ഇപ്പം മുടി പിന്നിക്കിട്ടുന്ന ആണുങ്ങളും ഉണ്ടടി. പങ്കെന്നാ പറയുന്നേ. ഓ പതുക്കെ. കണ്ടില്ലേ, ഒട്ടും ശരിയായില്ല. നീ എന്താടി സൗന്ദര്യ മത്സരത്തിന് പോവാണോ? ഒന്ന് പോ ചേച്ചി. ഏട്ടാ, ഞാൻ വിളിക്കാം. എന്താ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ ഏട്ടാ, മുടി കെട്ടി വെച്ചിരിക്കുന്നത്. നന്നായില്ലേട്ടാ? നന്നായില്ല. കുട്ടന്റെ മുഖത്തിന് യോജിക്കുന്ന ഇരട്ടപ്പിരിയ. അല്ലെങ്കിലേ അവൾക്കൊരു പിരി ഇളകിയതാ. ഏട്ടനിന്റെ ഇരട്ടപ്പിരിയുടെ ആക്കിയാലോ? ഇതിപ്പോ സ്കൂളിലൊരു ഫാഷൻ ആയിരിക്കാം. കൂട്ടുകാരികളിലൊക്കെ ഞാൻ പറഞ്ഞു ഏട്ടനെ എന്റെ മുടി കിട്ടുന്നതെന്ന്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം, ആണുങ്ങൾ ഇങ്ങനെ മുടി കിട്ടുമെന്ന്. അസൂയ. അയ്യോ, സുഖിപ്പിക്കല്ലേ കുട്ടാ. ഒരുപാട് പൊന്തിച്ചാലേ ഏട്ടന്റെ തല ടെറസിൽ മുട്ടും. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ഏട്ടൻ അറിയില്ലേടി നിന്നെ. എന്തായാലും എന്റെ ഈ കേശാലങ്കാര പണിയൊക്കെ കുറച്ചു ദിവസം കൂടി മതിയല്ലോ. അത് കഴിഞ്ഞാലോ? ഏട്ടത്തി വരാൻ പോവല്ലേ. പിന്നെ കണ്ണെഴുത്ത്, പൊട്ടുതൊടിയില്, മുടികെട്ട്, പേന്നോട്ടം ഒക്കെ ഏട്ടത്തി നോക്കിക്കോളും. കണ്ടറിയാം. വലിയ പോലീസ് ഓഫീസറുടെ മോളാ. നല്ല പത്രാസുകാരിയായിരിക്കും. അങ്ങനെ പത്രാസ് കണ്ട് മയങ്ങുന്നവനൊന്നും അല്ല ഏട്ടനെന്ന് എന്റെ കുട്ടന്മാർക്ക് അറിയില്ലേ. പാവമാ, അതുകൊണ്ടല്ലേ ഏട്ടൻ സമ്മതിച്ചത്. അഥവാ അല്പം കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ശരിയാക്കി എടുത്തോളാം. എന്ന് വെച്ച് നാത്തും പോരൊന്നും അല്ല കേട്ടോ. അയ്യ, സമയായി. ചെല്ല് ചെല്ല്. അയ്യോ, വാ. അച്ഛാ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണം. പിന്നെ നല്ല വിശപ്പുണ്ട്. കാണുമല്ലോ, നാട്ടുകാരെയൊക്കെ മർമ്മം പഠിപ്പിക്കുന്നതല്ലേ. ആ പിന്നെ ഉച്ചയ്ക്ക് രസായനം കഴിച്ച് ഫിറ്റായി ഉണ്ടാതെ കിടന്നേക്കരുതേ. സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലേ മർമ്മം ഗോപാലപിള്ള വെറും ചർമ്മം ഗോപാലപിള്ള ആയിപ്പോ. ചുമ്മാ കേട്ടുകൂട്. അച്ഛനായാലും സ്വന്തം ഇടം വിട്ടു കൊടുക്കരുത്. ടാറ്റാ. ഓടി. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കാണുമ്പോ ഇങ്ങനെ സല്യൂട്ട് ചെയ്തിരുന്നു. അച്ഛൻ മകനെയല്ല, റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ കമ്മീഷനാണ് സല്യൂട്ട് ചെയ്തത്. അല്ലെങ്കിലും കാക്കി ഇട്ടവൻ കാക്കി കണ്ടാ സല്യൂട്ട് ചെയ്ത് പോവും. IPC മൂവ്. യെസ് സാർ. ഞാൻ നിന്നോട് പറഞ്ഞാണല്ലോ ആ സർക്കിൾ ചക്രവാളിന്റെ കാര്യം.
അച്ഛൻ സർവീസിലിരിക്കുമ്പോ അവൻ കുറെ കാലം SI ആയിട്ടിരുന്നിട്ടുണ്ട്. അന്ന് അവൻ എന്നെ ഒരുപാട് തന്തയ്ക്ക് വിളിച്ചതാ. അതിന്റെ ഒക്കെ മുതലും പലിശയും ചേർത്ത് നീ അങ്ങ് വിളിച്ചേക്കണം. അവന്റെ തന്തയും തന്തയുടെ തന്തയും അല്ലെങ്കിൽ വേണ്ട കുടുംബം അടക്കം അങ്ങ് വിളിച്ചേക്കണം. അതിനെന്തെങ്കിലും കാരണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റിൽ കീഴുദ്യോഗസ്ഥരെ തെറി വിളിക്കാൻ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും കാരണം കണ്ടെത്തി 4 തെറിയൊക്കെ വിളിച്ചേക്കണം. എന്താ മറക്കാതെ തന്നെ വിളിക്കൂ. യാതൊരു കാരണവുമില്ലാതെ മറ്റൊരുത്തിനെ തെറി വിളിക്കുന്നത് IPC എത്രാം വകുപ്പിൽ വരും? ഹെഡ് കോൺസ്റ്റബിളെ ചായ തണുത്തു പോകും. തണുത്തോട്ടെ അച്ഛാ. കാക്കിയിട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നാവിൽ നിന്ന് വരേണ്ടതേ തെറിയല്ല, തിയറിയാ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. സൽപ്പേര് വന്നില്ലടോ? സൽപ്പേരിയേട്ടൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അയാൾ എന്നും ലേറ്റ് ആണല്ലോ. ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള എനിക്ക് സമയത്ത് ഇറങ്ങാൻ പറ്റണില്ല. അപ്പോ 2 ഭാര്യ 7 മക്കളും ഉള്ള സൽപ്പേരിയേട്ടന്റെ കാര്യം അച്ഛാ ആ പടയിറങ്ങി കഴിഞ്ഞു. ഒന്ന് നിന്നേ, ബട്ടൺസ് ഇട്ടോട്ടെ. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ. ഇല്ല മോളെ, എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ കേട്ടടാ. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞ ഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ ആശ്വാസം. സമയമായി. വേഗം ചെല്ല്. എന്താടോ വൈകിയത്? സർ, 1-ാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 2-ാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും 1-ാം ഭാര്യ. മതിയടോ. സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. പാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. ഹലോ, കമ്മീഷണർ ഹിയർ. DGP ആണ്. സർ പ്ലീസ്. ചൈതന്യ നഗറിൽ നിന്ന് 1-2 പേര് വിളിച്ചിരുന്നു. ഒരു പ്രശ്നമുണ്ട്. അറിയാം സർ. 2 ദിവസം മുമ്പ് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അവിടുത്തെ CAയും SIയും വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. പിന്നെ ഇന്റലിജൻസ് വിങ്ങിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ ഒരാളെ നിയോഗിച്ചിട്ടുമുണ്ട്. ഓ, അപ്പൊ താൻ അഡ്വാൻസായി മൂവ് ചെയ്ത് കഴിഞ്ഞു. ഗുഡ്. VIP-കൾ താമസിക്കുന്ന കോളനിയാണ്. വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടാവാതെ നോക്കണം. പിന്നെ DIG നാളെ ചാർജ് എടുക്കൂ. തനിക്കാ റെസ്പോൺസിബിലിറ്റി. എത്ര വമ്പന്മാരായാലും യു ടേക്ക് ബോൾഡ് ആക്ഷൻ. യെസ് സർ. വിശദമായിട്ട് അന്വേഷിച്ച് അപ്പം റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സഞ്ജീവിന് വിവരം കിട്ടിക്കഴിഞ്ഞു. അയാൾ നടപടി എടുത്തു കഴിഞ്ഞു. ഒരു റിട്ടേൺ കംപ്ലൈന്റ് പോലും കിട്ടിയിട്ടില്ല. വെറും ഒരു ഫോൺ കാളിന്റെ പേരില്. അല്ലെങ്കിൽ തന്നെ കമ്മീഷണർ ഇതിൽ ഇടപെടേണ്ട കാര്യം എന്താ? ബന്ധപ്പെട്ട CIയോടോ SIയോടോ അന്വേഷിക്കാൻ പറഞ്ഞാൽ പോരെ? പോരാ. സംസ്ഥാനത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിരുന്ന ഈ നഗരത്തെ ചാർജ് എടുത്ത 6 മാസത്തിനുള്ളിൽ സമാധാന മേഖലയാക്കി മാറ്റാൻ സഞ്ജീവന് കഴിഞ്ഞു. ഇനി അഥവാ അങ്ങനെ ഒരു മാഫിയ സംഘം ഉണ്ടെങ്കിൽ അതിനെ മുളയിലേ നുള്ളാനും സഞ്ജീവന് കഴിയും. സഞ്ജീവനെ കഴിയൂ. ഓ അങ്ങനെ. അല്ല, സഞ്ജീവന് ഷൈൻ ചെയ്യാനുള്ള അവസരം സാറുണ്ടാക്കി കൊടുക്കണം. മരുമകനാകാൻ പോകുന്ന ആളല്ലേ. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ രാമകൃഷ്ണൻ പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വകുപ്പുകളുണ്ടല്ലോ. അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ? ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. 2 ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതി സൽപ്പേര് സദാനന്ദന്റെ കഴിവ്. അതാണെന്താ? നോ സാർ.